2018 ജൂലൈ 20 ഞാനൊരു അമ്മയായ ദിവസം, ഞാൻ ഏറ്റവും കൂടുതൽ ലൈഫിൽ സന്തോഷിച്ച ദിവസം, മാതൃത്വം എന്താണെന്ന് അറിയാൻ പറ്റിയ ദിവസം. അതുപോലെ തന്നെയാണ് ഇന്ന്. അർഷിയും വളരെ എക്സൈറ്റ്മെൻറ്റാണ്. അവനൊട്ടും പ്രതീക്ഷിച്ചില്ല അവൻ്റെ ഈ ഒരു ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമെന്ന്. കാരണം ഒരു 1 വീക്കായി ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഡെക്കറേറ്റ് ചെയ്ത് പെട്ടെന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവന് കേക്ക് കൊടുക്കുക, പിന്നെ അവന് വേണ്ടിയിട്ടുള്ളൊരു ഗിഫ്റ്റ് ഞങ്ങൾ പുറത്തുനിന്ന് നേരത്തെ വാങ്ങിയിരുന്നു, ക്രിക്കറ്റ് ബാറ്റൊക്കെ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ നേരത്തെ കൊടുത്തത് തന്നെയായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇവിടെ ഫോട്ടോസിന് വേണ്ടിയിട്ട് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ചെയറിൻ്റെ മുകളിൽ ചെയറൊക്കെ എടുത്ത് വെച്ച് ടൈമറൊക്കെ സെറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ അപ്പുറത്തുനിന്ന് ഇതാ ഒരാളെ മെസ്സേജ്, നീ എന്ത് ചെയ്യാന്ന്, നീ ഇവിടെ വെറുതെ ഇരിക്കുകയാണോ, ഒന്ന് വേഗം വരുമോ, എനിക്ക് കുറച്ച് ഫോട്ടോ എടുത്ത് തരുമോ, ഞാൻ ദയ വരുന്നു എന്ന് പറഞ്ഞിട്ട് വേഗം വന്ന് റെഡിയാണ്. കുറേ ഫോട്ടോസ് എടുത്തതെന്ന് നല്ല മെമ്മറബിൾ മൊമെൻറ്റ്സ് നമ്മളെ ലൈഫിലെ കുറേ സന്തോഷങ്ങൾ ഇങ്ങനെ വന്നു പോകും. പക്ഷെ അതിങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു ഇതാണ് ഫോട്ടോസ്, വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ കുറച്ച് മെമ്മറി നല്ല മെമ്മറബിൾ മൊമെൻറ്റ്സ് അവൾ എനിക്ക് പിക്ക് ചെയ്ത് തന്നു. അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അവന് കുറേ ഗിഫ്റ്റ് കൊണ്ടുവന്നു. ഗിഫ്റ്റ് അത് എത്ര വലുതായാലും എത്ര ചെറുതായാലും അത് നമ്മളിലുണ്ടാക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പക്ഷേ ഈ 1 പാക്കറ്റോ 2 പാക്കറ്റോ അല്ല, 3-4 പാക്കറ്റിൽ ഡ്രസ്സും അവന് വേണ്ടി ടോയ്സും കാര്യങ്ങളും എല്ലാം ആ ഒരു ഫാമിലി അവന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ ശരിക്കും ഞാൻ എന്താ പറയേണ്ടതെന്നറിയില്ല, അത്ഭുതം കൊണ്ട് ഇതായി എന്ന് പറയും പോലെ. അതുപോലെയായിരുന്നു അർഷിയും. അവനത് ഓരോന്ന് എത്ര കെയറോടുകൂടിയാണ് എടുക്കുന്നത് എന്നൊക്കെ നോക്കി. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു വോയിസ് ഇതാക്കുന്നത്. അതും ഈ വീഡിയോ 20th റെക്കോർഡ് ചെയ്തു. എന്നിട്ട് ഇന്ന് 23rd ഇന്നാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മോനെ കൊണ്ട് സംസാരിപ്പിക്കാമെന്ന് ട്രൈ ചെയ്തു. പക്ഷേ ഇപ്പോൾ 2 വർഷമായിട്ട് അവൻ ഇപ്പോൾ UAE സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം ഇംഗ്ലീഷും പാതി മലയാളം പാതി. അപ്പോൾ അതെങ്ങനെയാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാനങ്ങനെ ഫസ്റ്റ് ടൈം തന്നെ വോയിസ് കൊടുക്കുന്നതുകൊണ്ട് എനിക്കതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട്. പിന്നെ ഞാൻ 2 ദിവസം ഹോസ്പിറ്റലിൽ പോയിരുന്നു, ലെഗിന് കുറച്ച് സ്വെല്ലിംഗ് ആയിട്ട്. അപ്പോൾ സ്വെല്ലിംഗ് ഒക്കെ മാറി എങ്ങനെയാണ് അവിടുന്ന് വെറും കൈയോടെ വരുന്നതെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ടോൺസിലൈറ്റീസും കൊണ്ടിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2-3 ദിവസം എനിക്ക് സൗണ്ട് പോലും വെളിയിൽ വരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ശരി, വീണ്ടും കാണാം, ബൈ.